നമ്മുടെ ഇന്നത്തെ യാത്രയ്ക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. നമ്മളിന്ന് പറമ്പിക്കുളം ടൈഗർ റിസർവിൽ ഒരു ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ക്യാമ്പിന് വേണ്ടിയാണ് പോകുന്നത്. കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്ന് കാടിനെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുമായി നമുക്കൊന്ന് കാട് കയറാം. റീസ്റ്റോറേഷൻ ആക്ടിവിറ്റീസും ഈ കാട്ടിലെ കാഴ്ചകളും എല്ലാമായിട്ട് അടിപൊളി ഒരു യാത്ര. അപ്പോഴെങ്ങനെയാ യാത്ര തുടങ്ങുകയല്ലേ? പലതവണ കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ പറമ്പിക്കുളത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഒരു ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ക്യാമ്പിനായിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. ഈ ഒരു ക്യാമ്പ് നടത്തുന്നത് കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ ആണ്. കേരളത്തിലെയും കർണാടകയിലും പല കാടുകളിലും ഇവർ ഇതുപോലെ റീസ്റ്റോറേഷൻ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇവരുടെ കൂടെയുള്ള എൻ്റെ മൂന്നാമത്തെ ക്യാമ്പാണിത്. എർത്തിങ്സിനെ കുറിച്ച് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇപ്പൊ നമുക്ക് കാട്ടിലെ കുറച്ച് രാവിലത്തെ കാഴ്ചകൾ കണ്ടാലോ? സേത്തുമട ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് പറമ്പിക്കുളം എത്തുന്നത് വരെ രാവിലെ സമയങ്ങളിൽ നല്ല ബേർഡ്സിന്റെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്ക് പലതരം ബേർഡ്സിനെയും ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാനും പറ്റും. സേത്തുമട ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് പറമ്പിക്കുളത്തിന് പോകുന്ന വഴിക്ക് മിക്കവാറും സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ കാട്ടികളെയും കാണാൻ പറ്റും. കാട്ടികളെയും മാനിനെയൊക്കെ കണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കിനും ദേ നിൽക്കുന്നു അടുത്ത ആള്. ദൂരെന്ന് പെട്ടെന്ന് കണ്ടപ്പം ആദ്യം വിചാരിച്ചത് പാറക്കല്ലാണെന്നാണ്. അടുത്ത് വന്നപ്പോഴാണ് കരടിയാണെന്ന് മനസ്സിലായത്. കരടികൾക്ക് കേൾവി ശക്തിയും കാഴ്ചശക്തിയും കുറവാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇവർ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് മണം പിടിക്കാനുള്ള ഇവരുടെ കഴിവിനെയാണ്. ആ ഒരു കഴിവ് വെച്ച് തന്നെയാണ് ഇവർ ഭക്ഷണം തേടുന്നത്. ഇവരുടെ ഇഷ്ടഭക്ഷണം എന്ന് പറയുന്നത് മൺപുറ്റിലുള്ള തേനും ചെതലും ചെറിയ പ്രാണികളും ഒക്കെയാണ്. അതിന്റെ മണത്താണ് ഇവർ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മിക്കവാറും കണ്ട വിഷ്വൽസിലൊക്കെ കരടികൾ ഇങ്ങനെ താഴേക്ക് നോക്കി മണം പിടിച്ചായിരിക്കും നടക്കുക. ഇങ്ങനെ പോകുന്ന ഇവർക്ക് കാഴ്ചശക്തി കുറവാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ സമയത്ത് ആരെങ്കിലും പെട്ടെന്ന് ഇവരുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ തൊട്ടടുത്ത് എത്തിക്കഴിയുമ്പോഴായിരിക്കും ഇവർ കാണുക. ആ ഒരു സമയത്ത് ഇവർ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് മുന്നിലുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് കരടിയെ കാട്ടിലെ ഏറ്റവും അപകടകാരിയായ മൃഗമെന്ന് പറയുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റോളം അവിടെ നിന്ന് നമുക്ക് വേണ്ടത്ര ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പോസ് ചെയ്ത് തന്നിട്ടാണ് കരടി സാറ് തിരിച്ച് കാട്ടിലേക്ക് കയറി പോകുന്നത്. പോകുന്ന വഴിക്കും അവനോട് ഒന്ന് മണം പിടിക്കുന്നത് കണ്ടോ? രാവിലെ ഒരു 9 മണി കഴിഞ്ഞപ്പോഴത്തേക്കിനും റീസ്റ്റോറേഷനുള്ള ബാക്കി ടീമും പറമ്പിക്കുളത്തെത്തി. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഈ ഒരു ടീമിലുള്ളത്. ഇതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ പരസ്പരം അറിയുള്ളൂ. കൂടുതലും പുതുമുഖങ്ങളാണ്. പരസ്പരം പരിചയപ്പെടലൊക്കെ കഴിഞ്ഞ് എല്ലാവരും നേരെ പോയത് ടീം ബ്രീഫിങ്ങിനാണ്. ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചൂട് കൂടുന്തോറും ഇപ്പോൾ വെള്ളം കളക്ട് ചെയ്തിട്ട് വന്യമൃഗങ്ങൾ പുറത്തോട്ട് ഇറങ്ങാതിരിക്കാനായിട്ടുള്ളൊരു മെഷറാണ് നമ്മൾ എടുക്കുന്നത്. 2 ദിവസമാണ് ഈ ഒരു റീസ്റ്റോറേഷൻ പ്രോഗ്രാമുമായിട്ട് നമ്മൾ പറമ്പിക്കുളത്തുള്ളത്. അതിൽ ആദ്യത്തെ ദിവസം നമുക്ക് കിട്ടിയ ടാസ്ക് ബ്രഷ് ഫുഡ് ചെക്ക് ഡാം നിർമ്മിക്കലാണ്. ആനപ്പാടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായ സുധീഷ് സാറാണ് നമ്മുടെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ഇനി മൺവെട്ടിയും തൂമ്പയും ബാക്കി പണിസാധനങ്ങളുമായിട്ട് നമുക്ക് കാട് കയറാം. വേനൽക്കാലത്ത് ഉൾക്കാട്ടിലെ ജലലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ബ്രഷ് ഫുഡ് ചെക്ക് ഡാം ഉണ്ടാക്കുന്നത്. കാട്ടിൽ വീണ് കിടക്കുന്ന മരങ്ങളും കല്ലും ചെളിയൊക്കെ കൊണ്ടാണ് ഈ ഒരു താൽക്കാലിക ഡാം നമ്മൾ ഉണ്ടാക്കുന്നത്. വെള്ളത്തിന്റെ ഒഴുക്ക് കുറവുള്ള സ്വാഭാവിക നീർച്ചാലിലാണ് നമ്മൾ ഈ ഡാം ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിനെ 4 ടീമുകളിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലെ ബാക്കി 3 ടീമുകളും നമ്മൾ ഈ ഡാം ഉണ്ടാക്കുന്ന ഇതേ നീർച്ചാലിന്റെ മുകളിലായിട്ട് വേറെയും 3 ഡാമുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്താണ് വെള്ളം കൂടുതലുള്ളത്. അപ്പം അവരുണ്ടാക്കുന്ന ഡാമുകളിൽ വെള്ളം നിറഞ്ഞ് അത് താഴേക്ക് ഒഴുകി വന്ന് അവസാനം ഈ ഒരു ഡാം വരെ എത്തും. നമ്മുടെ ഈ ഡാമിലേക്ക് വെള്ളം എത്താൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. പക്ഷെ ആ എത്തുന്ന വെള്ളം ഇവിടുത്തെ മൃഗങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് വേനൽക്കാലത്തായിരിക്കും. സാധാരണഗതിയിൽ വേനൽക്കാലത്ത് ഈ ഭാഗത്ത് കുടിവെള്ളം കിട്ടുന്നതല്ല. ഈ ഒരു ഡാം കൊണ്ട് വേനൽക്കാലം ആകുമ്പോഴത്തേക്കിനും ഈ ഭാഗത്ത് ജലലഭ്യത നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും നമുക്കുള്ള റിഫ്രഷ്മെന്റും റെഡിയായി. അവല് നനച്ചതും നല്ല കാന്താരി ഇട്ട നാരങ്ങാ വെള്ളവും. ആദ്യത്തെ ക്യാമ്പല്ലേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി. എക്സ്പെക്ട് ചെയ്തതിലും അടിപൊളി. എന്താണ് എക്സ്പെക്ട് ചെയ്തത്? എക്സ്പെക്ട് ചെയ്ത ആനയും പുലിയൊക്കെയാണ്. ഒന്നും കാണാൻ പറ്റിയില്ല.
നല്ല കട്ടിപ്പണിയായിരുന്നു, അടിപൊളി. പണി എടുപ്പിച്ചിട്ട് അവല് തന്നല്ലേ? ഇത് എക്സ്പീരിയൻസ് ആണ്, കൊള്ളാം. സാധാരണ കാട് കയറാൻ ഞാൻ ഉദ്ദേശിച്ചത് പോലെയല്ല, പക്ഷേ നല്ലൊരു ആയിട്ട് തോന്നുന്നുണ്ട്. എന്തുദ്ദേശം വന്നത്? സൈറ്റിങ്ങാണ്, മിനിമം സൈറ്റിങ്ങാണ് കഴിഞ്ഞിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഇത് ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു, അങ്ങനെ വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു നല്ല കാര്യത്തിനാണല്ലോ, പുറത്തേക്ക് മൃഗങ്ങൾ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഓക്കെ അല്ല. നമ്മുടെ ഈ റീസ്റ്റോറേഷൻ പ്രോസസ്സ് നടക്കുന്ന മുഴുവൻ കാട്ടിനകത്താണെങ്കിലും എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ അനിമൽ സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ലക്കാണ്. നമുക്കിന്ന് രാവിലെ കിട്ടിയ സൈറ്റിംഗ് ഒന്നും ട്രാവലറിൽ വന്ന ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ ആകെ പ്രതീക്ഷ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിഞ്ഞിട്ടുള്ള ഈവനിങ് സഫാരിയാണ്. സഫാരിയിൽ എന്തെങ്കിലുമൊക്കെ സൈറ്റിംഗ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും. സഫാരി തുടങ്ങിയതും ആദ്യം കണ്ടത് കില്ലുമായിട്ടിരിക്കുന്ന ഈ ചേഞ്ചബിൾ ഹോക്കികളെയാണ്. എന്തായാലും ഈവനിങ് സഫാരിയുടെ തുടക്കം ഗംഭീരമായി. കിന്നരിപ്പരുന്തിരുന്നിടത്തുനിന്ന് ഒരല്പം കൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കിനും ദേ നിൽക്കുന്നു അടുത്ത ആള്. ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ കരടിയാണിവൻ. രാവിലെ നമ്മൾ കരടിയെ കണ്ടെടുത്തു നിന്ന് ഏകദേശം 3-4 കിലോമീറ്ററോളം മാറിയാണ് ഈ ഒരു കരടിയെ കണ്ടത്. ഇവൻ ചിലപ്പോൾ നമ്മൾ രാവിലെ കണ്ട അതേ കരടി ആയിരിക്കാം, എന്നാലും രാവിലെയും വൈകുന്നേരവും കരടിയെ കാണുക ഇന്നത്തെ ദിവസം നല്ല ലക്കി ഡേ ആണ്. അവൻ എന്ത് പെട്ടെന്നാണ് ആ മണ്ണ് മാന്തി കുഴി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയേ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഹോളുകൾക്കകത്തുനിന്ന് തേനും പ്രാണികളും ചിതലും ഒക്കെ വലിച്ചു തിന്നുന്നതിന് പറ്റുന്ന പോലെയാണ് കരടികളുടെ പല്ലുള്ളത്. ഇവർക്ക് മുൻവശത്തെ 2 പല്ലുകളില്ല. ആ ഒരു വിടവിലൂടെയാണ് ഇവർ ഈ സാധനങ്ങളെല്ലാം അകത്തേക്ക് വലിച്ചെടുക്കുന്നത്. ആ മൺകുറ്റിനകത്തുനിന്ന് കാര്യമായിട്ട് എന്തോ തടഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവൻ അതിനകത്തുനിന്ന് എന്തൊക്കെയോ വലിച്ചെടുക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവന്റെ ഭക്ഷണം കഴിപ്പ് നടക്കട്ടെ, നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ? പറമ്പിക്കുളത്തിനടുത്തുള്ള ഒരു വയലിൽ വെച്ചാണ് ഈ ആനയെ കണ്ടത്. ഇവൾ ഒറ്റയ്ക്കായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഇവളുടെ തൊട്ടു പുറകിലായിട്ട് ഒരു കൊമ്പനും ഉണ്ടായിരുന്നു. കന്നിമരത്തേക്കിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ആനക്കൂട്ടത്തെ കണ്ടത്. ആ റോഡ് സൈഡിൽ നിൽക്കുന്നത് ഇവരുടെ കൂടെയുള്ള മുത്തശ്ശി ആനയാണ്. ഈ ആന നമുക്ക് നേരെ ഒന്ന് ചാർജ് ചെയ്യുകയുണ്ടായി. ഒന്നും ചെയ്യില്ല, ഞങ്ങൾ പേടിക്കണ്ട, ഞങ്ങളൊന്നും ചെയ്യേണ്ടത്. കാഴ്ചകളെല്ലാം കണ്ട് പറമ്പിക്കുളത്തുനിന്ന് വന്നപ്പോഴത്തേക്കിനും വൈകുന്നേരം ആയിരുന്നു. ഒരുപാട് ഇരുട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. 6 മണി കഴിഞ്ഞപ്പോൾ ഉള്ള ഇരുട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. കാട്ടികൾ നിന്നിടത്തുനിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഒരു കൂട്ടം മാനുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെന്തിനെയോ കണ്ടിട്ട് കാര്യമായിട്ട് അലാം കോൾ ഇടുന്നുണ്ട്. ഒരു പുള്ളിപ്പുലി പോകുന്നത് കണ്ടോ? ഇന്ന് മിക്കവാറും ഒരു ഹണ്ട് നടക്കുമെന്ന് തോന്നുന്നു. ആ മാൻകൂട്ടത്തിനെ ചുറ്റിപ്പറ്റിയാണ് ഇവ നടക്കുന്നത്. അവർ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മൺകൂനയുടെ പുറകിലാണ് ഈ പാശ വന്നിരിക്കുന്നത്. കണ്ടത് കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് അവൻ മെല്ലെ താഴേക്ക് ഇറങ്ങി പോവുക. ഈ പുള്ളിപ്പുലിയെ ഞങ്ങൾ കണ്ടത് ആനപ്പാടി സെക്ഷനിൽ നമ്മൾ താമസിക്കുന്ന ക്യാമ്പസിൻ്റെ തൊട്ടടുത്ത് വെച്ചാണ്. രാത്രികാലങ്ങളിൽ ഈ ക്യാമ്പസിനടുത്തുള്ള ഒരു സ്ഥിരം വിസിറ്ററാണ് ഞാൻ.
അവൻ മെല്ലെ തിരിച്ച് കാട്ടിലേക്ക് കയറി. ഈ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ചപ്പുറത്ത് മാറി ഒരു ബ്രൗൺ ഫിഷ് ഔളും ഇരിപ്പുണ്ടായിരുന്നു. കുറേയധികം നല്ല കാഴ്ചകൾ കണ്ട സന്തോഷത്തോടെയാണ് എല്ലാവരും ഡിന്നർ കഴിക്കാൻ എത്തിയത്. ഭക്ഷണം കഴിച്ച് ക്യാമ്പസിലേക്ക് എത്തിയതും ദേ ഇരിക്കുന്ന അടുത്ത ആള്. ഒരു കാട്ടുമുയലായിരുന്നു കക്ഷി. ഇവരെ ക്യാമറയിൽ കിട്ടുന്നത് ഒരൽപ്പം പാടാണ്. കാരണം ആൾക്കാരെ കണ്ടെങ്കിൽ ഇവരപ്പം തന്നെ അവിടുന്ന് സ്ഥലം വിടാറാണ് പതിവ്. എന്തോ ഭാഗ്യത്തിന് അവൻ അവിടെ കുറച്ചു നേരം ഇരുന്ന് തന്നു. മുയൽ മാത്രമല്ല കേട്ടോ, ദേ ഇരിക്കുന്ന ഒരു സ്കൂപ്പ് സൗണ്ട്. കുറേയധികം നല്ല കാഴ്ചകൾ കണ്ട സന്തോഷത്തോടെയാണ് എല്ലാവരും ഉറങ്ങാൻ കിടന്നത്. വെളുപ്പാങ്കാലത്തെ കാടിന്റെ കാഴ്ച അതൊന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. കോടമഞ്ഞും ഗോൾഡൻ ലൈറ്റും എല്ലാം കൂടിയായിട്ട് വല്ലാത്തൊരു ആംബിയൻസ് തന്നെയാണ്. കൂട്ടത്തിലുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫേഴ്സിനെല്ലാം കുറേയധികം നല്ല ഫ്രെയിമുകളും കിട്ടി. രാവിലത്തെ ചെറിയൊരു ഫോട്ടോഗ്രാഫി സെഷനും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത റീസ്റ്റോറേഷൻ ആക്ടിവിറ്റിക്ക് വേണ്ടി ഇറങ്ങി. അടുത്ത ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ENFനെ കുറിച്ചൊന്ന് അറിഞ്ഞാലോ? എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ മെയിനായിട്ട് എക്കോസിസ്റ്റം ചെയ്യുന്നത് നമ്മുടെ കാടിനെ സംരക്ഷിക്കുന്നതിനും മെയിനായിട്ട് ഞങ്ങളുടെ മോട്ടോ എന്ന് പറയുന്നത് അധിനിവേശ സസ്യങ്ങളിൽ നിന്നും കാടുകൾ രക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം അധിനിവേശ സസ്യങ്ങൾ കാടിനുള്ളിലോട്ട് വരുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ബാക്കിയുള്ള അതിൻ്റെ നേറ്റീവായിട്ടുള്ള ഇവിടുത്തെ തനത് സസ്യജാലങ്ങളെ നശിപ്പിച്ചിട്ട് അവിടുത്തെ ഒരു ഹാബിറ്റാറ്റ് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ എന്താ പറയുക തനത് ജീവവർഗങ്ങൾക്കും അതൊരു ബാധകവും. പ്രത്യേകിച്ച് ഈ ഹെർബിവറസ് ആയിട്ടുള്ള ആനിമൽസ് അവർ ഇല്ലാണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള കാർണിവറസ് ആയിട്ടുള്ള അവിടുത്തെ പ്രൊഡക്റ്റേഴ്സും അത് പുറത്തോട്ട് പോയി വന്യമൃഗ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിന് ഇടയാക്കുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ജലലഭ്യത കാടിനുള്ളിൽ ഉറപ്പാക്കുക. അതിനൊപ്പം തന്നെ ഫുഡ് അവൈലബിലിറ്റി കാർണിവറസ് അല്ല തനത് മെയിനായിട്ടുള്ള ഗ്രാസുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാടിനുള്ള ലഭ്യമാക്കുക എന്നുള്ള വലിയൊരു ഇതിനെൻ്റെ ഒരു ചെറിയ ഉദ്യമമാണ് ഞങ്ങൾ ചെയ്യുന്നതിനകത്തായിട്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അധിനിവേശ സസ്യമായിട്ടുള്ള ഇഫറ്റോറിയം, അതായത് കമ്മ്യൂണിസ്റ്റ് വെച്ച അതിൻ്റെ നിർമ്മാർജ്ജനം ചെയ്യുക. ഇവിടെ ഒരു വയലുണ്ട്. ഈ വയലിൽ ഈ കമ്മ്യൂണിസ്റ്റ് വെച്ച ധാരാളമായിട്ട് പടർന്നെടുക്കുകയാണ്. അത് ക്ലിയർ ചെയ്തിട്ട് മൃഗങ്ങൾക്ക് ഗ്രാസ് ലാൻഡ് കൂട്ടി മറ്റേ ഹെർബിവറസ് ആയിട്ടുള്ള അനിമൾക്ക് കൂടുതൽ ഗ്രാസ് കിട്ടി അത് ആ ഇതുകൊണ്ട് കാർണിവറസ് ആയിട്ടുള്ള അവർക്ക് കൂടുതൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയുള്ളൊരു പ്രയത്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കള പറിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന വിദ്വാനെ കണ്ടു. ഇവനാണ് മലബാർ പിറ്റ് വൈപ്പർ. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിലെ ഒരു എൻഡമിക് സ്പീഷീസ് ആണ് കക്ഷി. സൈസ് ഒരല്പം ചെറുതാണെങ്കിലും ആളിച്ചിര കുഴപ്പക്കാരനാണ്. ഇവന്റെ കടിയേറ്റെങ്കിൽ മസിൽ ബ്രേക്ക് ഡൗണും ടിഷ്യൂ ഡാമേജും സ്വെല്ലിങ്ങും സിവിയർ പെയിനും ക്ലോട്ടിങ്ങും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കടിച്ചെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ നിർബന്ധമാണ്. പിന്നെ മറ്റൊരു കാര്യം, സാധാരണ പാമ്പുകൾക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിവെനമൊന്നും ഇവന്റെ കാര്യത്തിൽ ഏക്കില്ല. ഇവനെ ഒരു സ്ഥലത്തേക്ക് സേഫായിട്ട് മാറ്റിയിട്ടിട്ടാണ് ഞങ്ങൾ ബാക്കി പണി കംപ്ലീറ്റ് ചെയ്തത്. ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച എല്ലാം നമ്മൾ പറിച്ചു കളഞ്ഞു. ഇനി അത് ഡിസ്പോസ് ചെയ്യുന്നതിനും ചെറിയൊരു രീതിയുണ്ട്. അതെന്താണെന്നും കൂടി ഒന്ന് അറിഞ്ഞാലോ? നമ്മളിപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് പച്ച അല്ലെങ്കിൽ എൻഡാനൊക്കെ എടുക്കുമ്പോൾ അതിന് അപ്രൂട്ടായിട്ടാണ് വെക്കുക. മിക്കവാറും വലിയ മരത്തിൻ്റെ സൈഡിൽ ഇത് അപ്രൂട്ട് ചെയ്ത് വെക്കുന്ന മെയിൻ കാരണം എന്നല്ല, രണ്ടാമത് അത് ജനറേറ്റ് ചെയ്ത് വരാതിരിക്കാനുള്ള ഒരു ഇതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളെവിടെയെങ്കിലും എടുത്ത് വെറുതെ എറിയുകയാണെങ്കിൽ ഈ വേര് പെട്ടെന്ന് പിടിച്ച് തന്നെ പിന്നെ അത് ജനറേറ്റ് ചെയ്യും. പക്ഷേ നമ്മളത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു സെക്ഷൻ അതോടുകൂടി തീർന്നു. പിന്നെ അടുത്ത വരുന്ന ചെറിയ അതിൻ്റെ സീഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്തൊരു സെക്ഷനിൽ വരുമ്പോൾ തന്നെ നമുക്കത് കൂടുതൽ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് ഉപകാരമായിരിക്കും. ഞാൻ ENFൻ്റെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിപ്പോൾ 9ാമത്തെ ക്യാമ്പാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കാടിന് വേണ്ടിയിട്ട്, പ്രകൃതിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മനുഷ്യർക്കും കൂടി വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയൊരു സന്തോഷം. സാധാരണ ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും പെൺകുട്ടികൾക്കൊന്നും ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടാകത്തില്ലേ? എനിക്കും ആദ്യം പോകുന്നപ്പോഴത്തേക്കും കുറച്ചൊക്കെ നമ്മൾ ഒരു അപരിചിതമായ ഒരു ഗ്രൂപ്പിലേക്ക് വരികയാണ്, എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ അഡ്മിൻസൊക്കെ കൂടെ വെച്ചാൽ ഭയങ്കര എന്താ പറയുക, നമുക്ക് സെക്യൂറായിട്ട് അത്രയും ലേഡീസിനെയൊക്കെ സെക്യൂറായിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്കൊരു ജെൻഡർ വ്യത്യാസമൊന്നുമില്ല എന്നാൽ പോലും, പക്ഷെ നമുക്ക് വേണ്ട കെയറിങ്ങും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ
ഡോർമെറ്ററിയിലൊക്കെ ആണെങ്കിലും എല്ലാം നമ്മൾ സേഫായിട്ട് വയ്ക്കാൻ അവർ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നുണ്ട്. ഫാമിലി സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് വന്നിട്ട് ഫാമിലി ആയിട്ട് പോകും. ശരിക്കും ഇപ്പം ഇഷ്ടംപോലെ കൂട്ടുകാരെ കിട്ടി. എന്താ പറയുക, പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു കാര്യം, ഇപ്പം നമ്മളിങ്ങനെ നേച്ചറൊക്കെ ആയിട്ട് അടുത്ത് ഇടപഴകുന്നവർക്ക് ഒരിക്കലും ഒരു സ്വാർത്ഥത ഇല്ല. ഭയങ്കര ഇതാണ് അവർ, എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ. ഇപ്പോൾ കൊണ്ടുവരുന്ന ഓരോ സാധനങ്ങളാണെങ്കിലും നമ്മളിപ്പോൾ ഒരാളെ കൂട്ടെടുത്തില്ല എങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാനൊക്കെ ഭയങ്കര അങ്ങനത്തെ ഒരു ഫാമിലി ഫീലാണ്. യെസ്, ഫാമിലി. പ്രകൃതിയെ സ്നേഹിക്കുന്ന കുറച്ചുപേർ ഒരുമിച്ച് ചേർന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ കണ്ടു. നിങ്ങൾക്കും ഇതുപോലത്തെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ എർത്തിങ്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കണമെന്നുണ്ട്, പക്ഷേങ്കിൽ നിങ്ങളുടെ സമയം അതിന് അനുവദിക്കുന്നില്ലെങ്കിൽ അതിനും ഒരു പോം വഴിയുണ്ട്. നമ്മൾ ഈ ക്യാമ്പിൽ വരാൻ പറ്റാത്ത ആൾക്കാർക്ക്, അതിപ്പോൾ സിറ്റിയിൽ താമസിക്കുന്ന ലീവ് കിട്ടാത്ത അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അവർ പോകുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ഇടാതിരിക്കുക, കൂടുതൽ വന്യമൃഗങ്ങളെ ഫീഡ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അവരിപ്പോൾ വനയാത്രകൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന ചില പ്രോട്ടോകോൾസ് ഉണ്ട്, അത് പൂർണ്ണമായിട്ടും പാലിക്കുക. പിന്നെ നിങ്ങളുടെ സ്കൂളുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലബ്ബുകളോ അല്ലെങ്കിൽ അവിടെ എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക. കാട്ടിൽ പോകുമ്പോൾ ചില കാര്യങ്ങൾ പാലിക്കുക. മെയിനായിട്ട് ഇതുപോലുള്ള ആവശ്യമില്ലാത്ത സീഡ്സ് അല്ലെങ്കിൽ ഫുഡ്, അതായത് ഇതായിട്ടുള്ള ജങ്ക് ഫുഡ്സ് ഒന്നും കാട്ടിലോട്ട് വലിച്ചെറിയാതിരിക്കുക, ആവശ്യമില്ലാതെ മൃഗങ്ങളെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മളത് ഇപ്പോൾ ബന്ദിപ്പൂർ അല്ലെങ്കിൽ മലക്കപ്പാറ സൈഡിലോട്ടൊക്കെ ആൾക്കാർ വണ്ടികൾ നിർത്തി മൃഗങ്ങളെ ഫോട്ടോ എടുക്കാനൊക്കെ, അതൊന്നും ഒഴിവാക്കിയിട്ട് അവരുടെ ആവാസാവസ്ഥയിൽ അവർ ഉപദ്രവിക്കാതെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് നമ്മളെ ചാർജ് ചെയ്യാതിരിക്കും, എന്താ നേച്ചറിനെ തന്നെ സഹായം ഒരു കാര്യമാണ് മെയിനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇതല്ല പല ക്യാമ്പ്സ് ആൾട്ടർനേറ്റീവായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്രാവശ്യത്തെ നമ്മുടെ കാട്ടിലേക്കുള്ള യാത്ര കുറച്ച് വ്യത്യസ്തമായിരുന്നു. സാധാരണ വരുന്നത് പോലെ കാഴ്ചകൾ കണ്ട് തിരിച്ചിറങ്ങാതെ കാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ തിരിച്ചിറങ്ങുന്നത്. വ്യത്യസ്തമായ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കാടിനെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.